ഇലക്ട്രിക്കൽ ഡിസൈനിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു പ്രോജക്റ്റ് തരാണ്. ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റൽ പ്രോജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ സിവിൽ ഡ്രോയിങ്സ് നമുക്ക് കിട്ടും. സിവിൽ ഡ്രോയിങ്സിൽ വേരിയസ് ഡീറ്റെയിൽസ് വിൽ ബി കവേർഡ്. അതായത് ഇതിപ്പോൾ കൺസൾട്ടേഷൻ റൂം, അതുകൂടാതെ സ്റ്റെയർസ്, അങ്ങനെ പിന്നെ ഒബ്സർവേഷൻ റൂം, പിന്നെ റിസപ്ഷൻ കൗണ്ടർ, എക്സെട്ര എക്സെട്ര. ഇതൊരു ചെറിയൊരു ഹോസ്പിറ്റലാണ്. അതായത് ഫാർമസി അങ്ങനെ പല കാര്യങ്ങളും കവേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആസ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നമ്മളുടെ ജോലിയാണ് ഇതിൻ്റെ അകത്ത് ലൈറ്റിംഗ് ഡിസൈൻ ചെയ്ത് ലൈറ്റ്സ് എത്ര എണ്ണം വേണം എന്നുള്ളൊരു കാര്യം സെലക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഫില്ലപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത പ്രോജക്റ്റാണ്, അതിൽ ഫില്ല് ചെയ്ത് ഇത് കാണിക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ അകത്ത് ലൈറ്റ് ഫില്ല് ചെയ്ത് ലൈറ്റ്, ഫാൻ മുതലായ ലൈറ്റ് മാത്രമല്ല ഫാൻ, ബാക്കി പവർ പ്ലഗ്സ്, ലോട്ട് ഓഫ് എക്യുപ്മെൻറ്റ്സിന് വേണ്ട പ്ലഗ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട്ലെറ്റ്സ്, അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു പ്രോജക്റ്റിൻ്റെ ഇനിഷ്യൽ ഫേസ് തുടങ്ങാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന അവിടുത്തെ ലക്സ് റിക്വയർമെൻറ്റ്, അതായത് എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ് അവിടെ വേണം എന്നുള്ള. ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ് ലക്സിലാണ് നമ്മൾ പറയുന്നത്. കാൻഡില പെർ മീറ്റർ സ്ക്വയറും പറയാറുണ്ട്, അല്ലെങ്കിൽ ലൂമൻസ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് ഇതിലും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് നമുക്ക് വിശദമായിട്ട് വേറെ നോക്കാം. നമ്മളാദ്യം ഇതേപോലെ അവിടുത്തെ ഫിസിക്കൽ ഒരു സെറ്റപ്പ്, നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം ഈ സിവിൽ നോക്കിയതിന് ശേഷം. എന്നിട്ട് വേണം നമ്മൾ അവിടുത്തെ റിക്വയർമെൻറ്റ്, അതായത് അവിടുത്തെ ലക്സ് റിക്വയർമെൻറ്റും പിന്നെ അവിടുത്തെ ലുക്കും, അതായത് കാണുമ്പോൾ ലൈറ്റ് ഫിക്സ് ചെയ്തേക്കുന്നതിൻ്റെയൊക്കെ ഒരു ഓവറോൾ ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു കണ്ണിൽ കൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ലുക്ക് ഉണ്ടാവുമോ, കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നമ്പർ ഓഫ് ലൈറ്റ്സ് അവിടെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റാണ് നാഷണൽ ബിൽഡിംഗ് കോഡ്. അത് നാഷണൽ ബിൽഡിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രിക്കൽ മാത്രമല്ല, ഇലക്ട്രിക്കൽ, സിവിൽ, HVAC സിസ്റ്റം എല്ലാത്തിൻ്റെയും വിശദമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നമുക്ക് ലൈറ്റിംഗ് ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ എണ്ണവും ഫാനിൻ്റെ എണ്ണവും പവർ പ്ലഗ്സിൻ്റെ എണ്ണവും ഇതെല്ലാം തീരുമാനിച്ചതിന് ശേഷമാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡിസൈൻ മുമ്പോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഏറ്റവും ബേസിക് ഫ്രം ദ ബിഗിനിങ്, ലെവൽ 0 ഈസ് ലൈറ്റിംഗ് ഡിസൈൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.